ഹലോ ഫ്രണ്ട്സ്, ലൂയിസ് വൈബ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. ഒരു കാലഘട്ടത്തിൻ്റെ ഊർജ ഉന്മേഷദായിനികളും അതിലുപരി ആഡംബരത്തിൻ്റെ അടയാളവുമൊക്കെയായിരുന്നു സിഗരറ്റുകൾ. വലിക്കുന്ന സിഗരറ്റിൻ്റെ ബ്രാൻഡിനനുസരിച്ചാണ് ആടത്തം അളന്നിരുന്നത്. പാസിംഗ് ഷോ മുതൽ വിൽസ് വരെയുള്ള നിരവധി ബ്രാൻഡുകൾ ഇന്ത്യൻ വിപണികളെ സജീവമാക്കിയത് ഓർമ്മയുണ്ട്. മലബാർ പ്രദേശങ്ങളിൽ ആദ്യമായി കടന്നു വന്ന സിഗരറ്റ് പാസിംഗ് ഷോ ആണെന്ന് തോന്നുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇത് വിപണിയിലുണ്ട്. എങ്കിലും സമ്പന്നരായ സായിപ്പുമാർക്ക് ഇത് ചുണ്ടിൽ വെച്ച് പുകയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടായിരുന്നുള്ളൂ. ക്രമേണ നാടൻ സായിപ്പുമാരുടെ ചുണ്ടുകളിലും ഈ സിഗരറ്റ് പുകയാൻ തുടങ്ങി. സ്വാതന്ത്ര്യാനന്തരം ഇടത്തരക്കാരുടെ സിഗരറ്റായി അത് മാറി. ഇംഗ്ലണ്ടിലായിരുന്നു പാസിംഗ് ഷോയുടെ ഉദയം. ഇന്ത്യക്കാർക്കും ഇംഗ്ലണ്ടുകാർക്കും വേണ്ടി എന്ന് അന്നേ ഇതിൻ്റെ പാക്കറ്റിൽ മുദ്രണം ചെയ്തിരുന്നു. പിൽക്കാലത്ത് വ്യത്യസ്തങ്ങളായ വിവിധയിനം സിഗരറ്റുകളുടെ പ്രളയമായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു ബ്രാൻഡായിരുന്നു ചാർമിനാർ. അധ്വാനിക്കുന്നവർക്ക് സംതൃപ്തി എന്ന പരസ്യവാചകം നൽകിയിരുന്നത്. ചാർമിനാർ സിഗരറ്റിന് ഒരു സംസ്കരിക്കാത്ത പുകയിലയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. എങ്കിലും സിസേഴ്സിനോളം കേരളത്തിൽ വേരുപിടിക്കാൻ മറ്റൊരു സിഗരറ്റിനും സാധിച്ചിരുന്നില്ല. ആക്ഷൻ സാറ്റിസ്ഫാക്ഷൻ എന്നായിരുന്നു ഇതിൻ്റെ പരസ്യവാചകം. സിഗരറ്റ് എന്നാൽ സിക്സർ എന്നുവരെ എത്തിയിരുന്നു. കൽക്കത്തയിലെ WD&HO വിൽസ് എന്ന കമ്പനിയാണ് ഇത് പുറത്തിറക്കിയിരുന്നത്. സിസേഴ്സ് മാത്രമല്ല, വിൽസ്, ഗോൾഡ്, ബ്ലാക്ക് തുടങ്ങി അനവധി ബ്രാൻഡുകൾ ഇവർ വിപണിയിലെത്തിച്ചു. പിൽക്കാലത്ത് പനാമ സിഗരറ്റുമായി ഗോൾഡൻ ടുബാക്കോ കമ്പനി വന്നെങ്കിലും അവർക്കിവിടെ വേണ്ടത്ര ക്ലച്ച് പിടിക്കാൻ സാധിച്ചില്ല. ഏതായാലും ഓർമ്മ വെച്ച നാളുകളിൽ കല്യാണ വീടുകളിലും സൽക്കാര വേളകളിലും ഒരു അവിഭാജ്യ ഘടകമായിരുന്നു സിഗരറ്റ്. കല്യാണവേളയിൽ സിഗരറ്റ് കിട്ടാത്തതിൻ്റെ പേരിൽ കലഹങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നിയമത്തിൻ്റെ കണ്ണുപെട്ടിച്ച് വേണം ആത്മാവിനെ ഒന്ന് പുകയ്ക്കാൻ. സിഗരറ്റുമായി ഒളിഞ്ഞും പതുങ്ങിയും മൂത്രമൊഴിക്കാൻ മുട്ടിയ മട്ടിൽ ഒരു പഴുതു തേടുന്നവരെ നഗരങ്ങളിലും മാത്രമല്ല ഗ്രാമങ്ങളിലെ കവലകളിൽ ഇന്നുപോലും കാണാം. പുകയിലയ്ക്കെതിരെ, അതിൻ്റെ ദോഷഫലങ്ങളിനെതിരെ നിയമങ്ങൾ രൂപപ്പെട്ടപ്പോൾ സിഗരറ്റിൻ്റെ പരസ്യം പോലും സർക്കാർ നിരോധിച്ചു. അതിനെ തുടർന്നാണ് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന ലേബലുകൾ പാക്കറ്റിൽ പ്രത്യക്ഷപ്പെട്ടത്. ക്രമേണ കോടികളുടെ ബിസിനസ് നടന്നിരുന്ന കൽക്കത്തയിലെ മേഘാലയ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി. പല കമ്പനികൾക്കും താഴിട്ടു. ചിലർ വേറെ മേഘങ്ങൾ തേടിപ്പോയി. ഒരു കാര്യം ഓർത്തുകൊള്ളുക, പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും.